റഷ്യ യുക്രൈൻ യുദ്ധഭൂമിയിൽ നിന്ന് സമീപകാലത്തെ ഏറ്റവും തീക്ഷ്ണമായ വ്യോമാക്രമണങ്ങളുടെയും തിരിച്ചടികളുടെയും വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ യുക്രൈൻ നടത്തിയ വൻ വ്യോമാക്രമണ ശ്രമങ്ങളെ റഷ്യൻ പ്രതിരോധ നിര പൂർണ്ണമായും നിഷ്പ്രഭമാക്കിയെന്നാണ് മോസ്കോയിൽ നിന്നുള്ള ഔദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയോടെ എത്തിയ 9 ഗൈഡഡ് ഏരിയൽ ബോംബുകളും മാരകശേഷിയുള്ള ഒരു നെപ്റ്റ്യൂൺ MD മിസൈലും ഉൾപ്പെടെ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ആകാശത്ത് വെച്ച് തന്നെ തകർത്തു കളഞ്ഞു. ഇതിനു പുറമെ റഷ്യൻ അതിർത്തി ലക്ഷ്യമാക്കി കുതിച്ചുയർന്ന 282 യുക്രൈൻ ഡ്രോണുകളെയും പ്രതിരോധ നിര വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നുണ്ട്. സമീപകാല ചരിത്രത്തിൽ റഷ്യ നടത്തുന്ന ഏറ്റവും വലിയ വ്യോമ പ്രതിരോധ ഓപ്പറേഷനുകളിൽ ഒന്നായാണ് സൈനിക നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. ആകാശ പോരാട്ടങ്ങൾക്ക് പുറമെ കരയുദ്ധത്തിലും യുക്രൈന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് എന്നാണ് റഷ്യൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന. യുദ്ധമുഖത്തെ വിവിധ തന്ത്രപ്രധാന മേഖലകളിൽ വെച്ച് 1470ഓളം യുക്രൈൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. നോർത്ത്, വെസ്റ്റ്, സൗത്ത്, സെന്റർ, ഈസ്റ്റ്, അഡ്വാൻസ്ഡ് ഡിനീപ്പർ എന്നീ 6 പ്രമുഖ റഷ്യൻ ബാറ്റിൽ ഗ്രൂപ്പുകൾ സംയുക്തമായി നടത്തിയ ശക്തമായ പ്രതിരോധ നടപടികളിലൂടെയാണ് യുക്രൈന്റെ മുന്നേറ്റ ശ്രമങ്ങളെ റഷ്യൻ സൈന്യം അടിച്ചമർത്തിയത്. ഈ അതിർത്തി മേഖലകളിൽ വൻ സൈനിക സന്നാഹത്തോടെ യുക്രൈൻ നടത്തിയ കടന്നുകയറ്റ ശ്രമങ്ങൾ റഷ്യൻ പടയാളികൾ പൂർണ്ണമായും അട്ടിമറിക്കുകയായിരുന്നു. എങ്കിലും യുദ്ധഭൂമിയിൽ നിന്നുള്ള റഷ്യയുടെ ഈ അവകാശവാദങ്ങൾ പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടില്ല. വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന മോസ്കോയുടെ ഈ റിപ്പോർട്ടുകളോട് യുക്രൈൻ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. യുദ്ധമുഖത്തെ യഥാർത്ഥ വിവരങ്ങളും നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കുകളും പലപ്പോഴും ഇരുപക്ഷവും രഹസ്യമാക്കി വെക്കാറുള്ളതിനാൽ ഈ അവകാശവാദങ്ങളിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ. നിലവിൽ അതിർത്തികളിൽ യുദ്ധം അതീവ സങ്കീർണമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്.